നമസ്കാരം, വനവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറം പഞ്ചായത്തിൽ ഉൾപ്പെട്ട പട്ടയക്കുടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ ഉള്ളൊരു കൊച്ചു ഗ്രാമമാണ് പട്ടയക്കുടി. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. തലക്കോട് നിന്നും വെള്ളക്കയത്തിന് പോകുന്ന റൂട്ടാണിത്. ഇഞ്ചിപ്പാറ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. വേനൽക്കാലത്ത് ധാരാളം സഞ്ചാരികൾ ഇവിടെ സന്ദർശിക്കാറുണ്ട്. വെള്ളക്കയത്ത് നിന്നും പട്ടയക്കുടിക്ക് പോകുന്ന വഴി കാണുന്ന എടത്തന വെള്ളച്ചാട്ടത്തിൻ്റെ വിദൂര ദൃശ്യമാണിത്. നമുക്കിന്ന് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. വെള്ളക്കയം മുതൽ പുളിക്കത്തുത്തി വരെ കുത്തനെയുള്ള കയറ്റവും വളവുകളുമാണ്. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ആപ്പയിലായതിനാൽ വലിയ കയറ്റം വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വളരെ മനോഹരമായ ഭൂപ്രകൃതിയോട് കൂടിയൊരു കൊച്ചു ഗ്രാമമാണ് എടത്തന. അവിടെയുള്ള നമ്മുടെ സുഹൃത്തിൻ്റെ പറമ്പിലൂടെ ഒഴുകുന്നൊരു കൊച്ചു വെള്ളച്ചാട്ടമാണിത്. അപ്പോൾ എടത്തനാകുളത്തിലേക്ക് നമുക്കിന്ന് പോക്ക് നടക്കില്ല കേട്ടോ. നമ്മൾ വന്ന വഴിക്ക് നല്ല മഴയൊക്കെ കിട്ടിയത് കാരണം നമുക്ക് ഭയങ്കര ഡേഞ്ചറാണ്. പാറയൊക്കെ തെന്നി കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോക്ക് നടക്കില്ല. അപ്പോൾ അതിന് തൊട്ട് മേളുള്ളൊരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ മഴ പെയ്തുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മീനൊളിയാമ്പാറയാണ് ഇതിന് മേൽവശത്ത്. അപ്പോൾ നമ്മൾ മീനൊളിയാമ്പാറയ്ക്ക് പോകുന്നുണ്ട്. ഇവിടെ കണ്ട ഒരു പ്രത്യേക ഇനം പുൽച്ചാടിയാണിത്. ഇതിനെ നമ്മൾ തൊട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഇരുവശങ്ങളിലും പത വന്നു നിറയും. അതിഭയങ്കരമായ കട്ടുമണമാണ് ഇതിന്. മറ്റു ജീവികളിൽ നിന്നുള്ള ആക്രമണം നേരിടാനുള്ള മാർഗമായിരിക്കാം ഇത്. ഈ കാണുന്നതാണ് ഈറ്റയുടെ കായ്. കായ്ക്കുന്നതോടുകൂടി ഈ ഈറ്റകൾ പാടെ നശിച്ചു പോകും. പിന്നീട് ഈ വിത്തുകൾ മുളച്ചു പൊന്തും. പുളിക്കത്തൊട്ടിയിൽ നിന്നും കാണുന്ന മീനൊളിയാമ്പാറയുടെ കാഴ്ചയാണിത്. പട്ടയക്കുടിയിൽ എത്തിയാൽ കുറച്ചുകൂടി അടുത്ത് നമുക്ക് ഈ കാഴ്ചകൾ കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇതേ പട്ടയക്കുടി ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് മീനൊളിയാമ്പാറ എന്ന് പറയുന്ന സ്ഥലം. ഒരു പാറയാണ്. അതിന് മുകളിൽ ഒരു വനമുണ്ട്. മൊത്തം പാറ, അതിന് മുകളിലായിട്ടൊരു വനമുണ്ട്. നേരത്തെ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ കയറി പോയിക്കൊണ്ടിരുന്ന നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണത്. ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളൊന്നും അലൗഡ് അല്ല.
പണ്ട് ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതിന് മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അങ്ങേ സൈഡ് നേര്യമംഗലമാണ്. ഇടുക്കിക്കുള്ള റൂട്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് വരും. അപ്പോൾ അതിൽ വണ്ടി പോകുന്നതൊക്കെ നമുക്ക് തീരെ ചെറുതായിട്ട് കാണാൻ പറ്റും. പണ്ട് ഇവിടെ ഒരു LP സ്കൂൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നല്ലോ ഈ വർഷങ്ങൾക്ക് മുമ്പ്. അതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ വേനൽക്കാലത്ത് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ വളരെ ഭംഗിയുള്ള ഏരിയ ആട്ടോ ഇവിടെ. നമ്മൾ മുള്ളരിങ്ങാട് വെള്ളക്കയം വഴിയാണ് കയറി വന്നത്. ഇതിൻ്റെ നമ്മളിപ്പോൾ ഇറങ്ങിപ്പോകുന്നത് വെൺമണി കൂടിയിട്ട് മണ്ണപ്പുറം റൂട്ട് ചാടിയാണ് പോകുന്നത്. ഇവിടെ വഴിപണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ബ്ലോക്ക് കിട്ടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ വഴിക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം കിട്ടിയാൽ നമ്മൾ കോട്ടപ്പാറ കയറി കാണുന്നുണ്ട്. സമയം കിട്ടിയാൽ നമ്മൾ അതിൻ്റെ വീഡിയോ കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. നമുക്ക് എടത്തനാകുളത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തെന്നലൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. അതിൻ്റെ വീഡിയോ നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ട് നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ചെറിയൊരു സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് നിലവിൽ വീഡിയോ ഇടാനായിട്ട് താമസം വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.